ഇത് ഹീറോയുടെ സൂം 110 ആണ്. കോമ്പാറ്റ് എഡിഷൻ എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. 110cc സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സായിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ഹീറോ കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക്കലി വാഹനത്തിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം അഗ്രസീവായിട്ടുള്ള ഒരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം മോഡേൺ ആയിട്ടുള്ള ഒരു യങ് ജനറേഷൻ അട്രാക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ലുക്കാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സ്കൂട്ടേഴ്സ് നമുക്കറിയാം എപ്പോഴും ഒരു യൂട്ടിലിറ്റി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയുള്ള എല്ലാവിധ സ്റ്റോറേജ് ഫെസിലിറ്റിയും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 89,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻസ് അനുസരിച്ചുള്ള വില എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു LED ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് വരുന്നത്. കൂടാതെ നമുക്ക് കോർണറിംഗ് ലാംപ്സ് വരുന്നുണ്ട്. അതും ഈ ഒരു സെഗ്മെൻറ്റ് 110cc സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചറായിട്ടാണ് ഹീറോ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു TFT ഡിസ്പ്ലേ ഉണ്ട്. അതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷനും കോൾ അലേർട്സും ആവറേജ് ഫ്യൂവൽ എക്കോണമി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. വളരെ ചെറിയൊരു സ്ക്രീനാണ്, പക്ഷേ ആ ഒരു സ്ക്രീൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻസും ഫീച്ചേഴ്സും വളരെയധികം റിസൾട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇതിനകത്ത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതായത് ട്രാഫിക്കിൽ നിൽക്കുകയാണെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും, ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനം ഓൺ ആവും. സോ ഫ്യൂവൽ എഫിഷ്യൻസി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമെങ്കിൽ ഓൺ ആക്കാം, അല്ല എങ്കിൽ നമുക്ക് ഓഫ് ആക്കാനായിട്ട് സാധിക്കും. സോ ഇനി സ്റ്റോറേജ് ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കുറ്റി ഒന്നും കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതിനുള്ള സ്പേസ് ഇവിടെ ഇല്ല. നമുക്ക് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. അതിനൊരു 2 കമ്പാർട്ട്മെൻറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ചാർജിങ് പോർട്ടും ലഭിക്കുന്നുണ്ട്. അതായത് ഈ എങ്ങനെയൊക്കെ ഒരു ഫാമിലി യൂട്ടിലിറ്റി വെഹിക്കിളിൽ ഫീച്ചേഴ്സും ഫംഗ്ഷൻസും ആഡ് ചെയ്യാമോ ആ രീതിയിലെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു വാഹനമാണ് ഹീറോ സൂം. ഇത് സൂമിൻ്റെ കോമ്പാറ്റ് എഡിഷനാണ്. കോമ്പാറ്റ് എഡിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈനും കുറച്ചുകൂടി ഒരു ഡിസൈൻ എലമെൻറ്റിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് ഈ ഒരു കോമ്പാറ്റ് എഡിഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി റൈഡിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഒരു റൈഡിംഗ് പൊസിഷൻ കണ്ടെത്താനായിട്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ലെഗ് റൂമും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വിസിബിലിറ്റി തരുന്ന ഈ ഒരു വാഹനത്തിന് വേണ്ട മിററാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇനി സൈഡ് ഭാഗത്തേക്ക് വരുവാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം ആ ഒരു സ്റ്റിക്കർ വർക്കും ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട് വരുന്ന രീതിയിൽ അഗ്രസീവായിട്ടുള്ള ഒരു ഫീല് കിട്ടാനുള്ള രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് പൈപ്പ് നോക്കുകയാണെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യൽ ഡിസൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോർമൽ 110cc സെഗ്മെൻറ്റിൽ നമ്മൾ കാണാത്ത ഒരു കൈൻഡ് ഓഫ് ബെസ്റ്റ് ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി സ്റ്റോറേജ് സ്പേസ്, ഇനി സീറ്റിനടുത്ത സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്കൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കൊരു ലാമ്പും ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഫ്യൂവൽ എക്കോണമി നോക്കുകയാണെങ്കിൽ 35 to 40 കിലോമീറ്റേഴ്സാണ് ഫ്യൂവൽ എക്കോണമി. ഇതിനകത്ത് നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ആവറേജ് ഫ്യൂവൽ എക്കോണമി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ അത് ആക്യുറേറ്റ് അല്ല, ബട്ട് എങ്കിലും ഒരു 35 to 40 എന്തായാലും ഒരു വാഹനം നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അതൊരു 60 വരെ പോകാറുണ്ട് ഈ ഒരു മീറ്ററിലെ ആ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അത് ചില സമയം നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസ് അനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു വേരിയേഷൻ വരുന്നത്. അത് ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. നമ്മളൊരു 30 ഒക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ 60 കാണിക്കും, ഒരു 40 പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 50 കാണിക്കും, 60 പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 20-25 ഒക്കെ കാണിക്കും. പിൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന കൈൻഡ് ഓഫ് ആ സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എക്സ് പാറ്റേണിൽ വരുന്ന ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഹാലജനായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു ഫാമിലി സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വാഹനമാണ് ഈ ഒരു സൂം 110 എന്ന് പറയുന്നത്, എസ്പെഷ്യലി കോമ്പാറ്റ് എഡിഷൻ. കൂടാതെ കോമ്പാറ്റ് എഡിഷൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് കോമ്പാറ്റ് എഡിഷനാണ് നമ്മളെ എപ്പോഴും ഓർപ്പിക്കാനാണ് തോന്നി ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു റൈഡ് ആൻഡ് കംഫർട്ട്, അത്യാവശ്യം റൈഡും കംഫർട്ടും ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്ടിലിറ്റി പർപ്പസും മീറ്റ് ചെയ്യുന്നു. 110cc സെഗ്മെൻ്റ് ആണ്. ആൻഡ് അത്യാവശ്യം ആ ഒരു 110cc സെഗ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആഡ്വക്കേറ്റഡ് ആയിട്ടുള്ള പവറും ആ ഒരു പിക്കപ്പും ആ ഒരു കംഫർട്ടും ആ ഒരു സസ്പെൻഷൻ ട്യൂണിങ്ങും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, ബാക്കിൽ ഡ്രം ബ്രേക്കും. ബ്രേക്കിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കൈൻഡ് ഓഫ് ബ്രേക്കിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ റൈഡ് ആൻഡ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റൈഡ് ആൻഡ് കംഫർട്ടാണ് ഈ ഒരു വാഹനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സോ ഒരു 110cc സെഗ്മെൻറ്റിലെ വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഫാമിലി യൂട്ടിലിറ്റി പർപ്പസിനായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് വാഹനമാണ് ഹീറോയുടെ സൂം എന്ന് പറയുന്നത്. ഡ്രൈവബിലിറ്റി ബെറ്ററാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സും ആ ഒരു പ്രാക്ടിക്കാലിറ്റി എലമെൻസും കുറച്ചുകൂടി ബെറ്ററാണ് കമ്പയർ ടു അതർ സ്കൂട്ടേഴ്സ്. ആൻഡ് ഹീറോയുടെ സർവീസ് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഹസിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഓൺ ചെയ്യാനായിട്ടും ഈ ഓണർഷിപ്പ് ചിലവുകളും നമുക്ക് ബെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്കും ഈ ഒരു 110cc സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. അത്യാവശ്യം നല്ല ഫീച്ചർ പാക്കഡ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്കൂട്ടറാണ് ഹീറോ സൂം. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.